ഹലോ. അപ്പൊ ദേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ദേ നമ്മുടെ കല്ല് ചൂടായി, അതിലേക്ക് ഞാൻ ദേ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാണ് ഇടുന്നത്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ടാൽ മതി, നല്ലെണ്ണയൊന്നും ഇട്ട് കളയണ്ട കേട്ടോ, ടേസ്റ്റ് മാറിപ്പോവും. അപ്പൊ അതിലേക്ക് പീനട്ട് ബട്ടർ ഒരു ടീസ്പൂൺ എടുത്ത് ദേ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പരത്തുമ്പോഴേ, തവി വെച്ച് പരത്തുമ്പോൾ ഈ നടുക്ക് ഭാഗം ഒരല്പം മാവ് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പൊ മാവ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം വേണം ഇതൊന്ന് പരത്തി കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മുടെ ആ സ്പൂണിൽ ഒട്ടിപ്പിടിച്ച് ആകെ ചളുകുളാവും. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ഞാൻ ദേ ഹെർഷീസിന്റെ സിറപ്പ് കൂടെ വെറുതെ ഒന്ന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ അറിയാമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്ത് ഡിസൈനൊക്കെ കുളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് നെയ്റോസ്റ്റ് പോലെയാണ്, മറിച്ചിടത്തില്ല. അപ്പൊ അതാണ് ഞാൻ തൊട്ട് നോക്കിയത് വെന്തോന്ന് നടുക്ക് ഭാഗം. അപ്പൊ വെന്തിട്ടുണ്ട്. അപ്പൊ കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് ദോശ റെഡി ആയി.